കഷ്ടത തീർന്നിടറായി, കണ്ണീരു തോർന്നിടറായി. കഷ്ടത തീർന്നിടറായി, കണ്ണീര് തോർന്നിടറായി. മണ്ണു ഞാൻ വിട്ടിടറായി, വിണ്ണിൽ ഞാൻ എത്തിയിടറായി. മണ്ണു ഞാൻ വിട്ടിടറായി, വിണ്ണിൽ ഞാൻ എത്തിയിടറായി. കാന്തനെ കണ്ടിടുവാറായി, വേഗം പൊന്മുഖം ഞാൻ മുത്തിയിടറായി. കാന്തനെ കണ്ടിടുവാറായി, വേഗം പൊന്മുഖം ഞാൻ മുത്തിയിടറായി. കഷ്ടത തീർന്നിടറായി, കണ്ണുനീർ തോർന്നിടറായി. വെണ്ണീലയങ്കി ധരിച്ചോ, രക്തത്താൽ കഴുകൽപ്പെട്ടോ. വെണ്ണീലയങ്കി ധരിച്ചോ, രക്തത്താൽ കഴുകൽപ്പെട്ടോ. വീണ്ടെടുപ്പിൻ്റെ ഗാനം വീണകൾ മീട്ടിപ്പാടും. വീണ്ടെടുപ്പിൻ്റെ ഗാനം വീണകൾ മീട്ടിപ്പാടും. ഞാനും കേട്ടാരാധിച്ചിടും. കുഞ്ഞാടേ നിനക്കു സ്തുതി, ഞാനും കേട്ടാരാധിച്ചിടും. കുഞ്ഞാടേ നിനക്കു സ്തുതി. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, 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 സ്തോത്രം അപ്പാ, സ്തോത്രം. രാത്രികാലം മുഴുവൻ സൂക്ഷിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രഭാതത്തിൽ അങ്ങയുടെ പാദപീഠത്തിലോട്ട് കടന്നു വരുന്ന കർത്താവേ, ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സമർപ്പിക്കട്ടെ കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും തരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളുമുണ്ട് കർത്താവേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുടുംബമുണ്ട് കർത്താവേ. അവിടുത്തെ തിരുസന്നിധിയിലോട്ട് ഞങ്ങളൊന്ന് സമർപ്പിച്ചു തരികയാണ്. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങൾ, ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഒരുപോലെ അവിടുത്തെ പാദപീഠത്തിലോട്ട് കൊണ്ടുതരികയാണ്. അടിയങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണം, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന തലമുറകളെയൊക്കെ നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പോക്കിലും വരവിലുമൊക്കെ കൂടെയിരിക്കണേ അപ്പാ. തുടക്കം മുതൽ നന്നായി പഠിക്കുവാൻ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്ന മക്കൾ, മെഡിസിന് പഠിക്കുന്ന മക്കൾ കർത്താവേ, OET IELTS പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രൊമട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ട് കർത്താവേ. നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയപ്പാ. സഹായിക്കണമേ അപ്പാ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിനമേ, കൂടെയിരിക്കണേ അപ്പാ. ദൈവനാമത്തിൽ മഹത്വത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരും നിരാശപ്പെട്ടു പോകാൻ സമ്മതിക്കല്ലേ കർത്താവെ. ഓരോ മക്കളുടെയും ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ അറിഞ്ഞ് സഹായിക്കണമേ കർത്താവെ. വിദേശ രാജ്യത്ത് കടന്നു പോകാനൊക്കെ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതിനായി പ്രയത്നിക്കുന്ന മക്കളുണ്ടപ്പാ. അവരോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹത്തെയൊക്കെ നിവർത്തിക്കണമേ കർത്താവെ. സഹായിക്കണമേ അപ്പാ. അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ നല്ല സമയം ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ ജോലി ചെയ്ത മക്കളെ അനുഗ്രഹിക്കണേ. ആരോഗ്യത്തിലും കൃപയിലും അവരെ സൂക്ഷിക്കണേ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണമേ. നാടും വീടും വിട്ടൊക്കെ വിദുരിതകളിലായിരിക്കുന്ന എല്ലാ മക്കളെയും സ്വർഗം പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിച്ചു കൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചു പൈതങ്ങളെയെല്ലാം വളർത്തി തന്നെ ബാലപിടയിൽ നിന്നൊക്കെ വിടുവിച്ചു കൊള്ളുമാറാകണം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളരണം. അതിനായിട്ടൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയത്ത് ഹാലയിൽ ജോലിയില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, അവരെ സമർപ്പിക്കുന്ന പുജന്മാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണേ അപ്പാ. വിവാഹപ്രായമായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണി ഒരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ തക്കണം. സ്വർഗത്തിലെ അപ്പൻ സഹായിക്കണമേ ദൈവമായ കർത്താവേ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ.
കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണ സ്വർഗ്ഗം സഹായിച്ചാട്ട് കർത്താവേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്നു. എൻ്റെ തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സ്വർഗ്ഗം ഓരോ മക്കളെയും സൂക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സുഖപ്രസവം നൽകി അനുഗ്രഹിച്ച കുഞ്ഞുങ്ങളുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് സഹായിച്ചാട്ടപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവേ. വീണ്ടും കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്ത് കൊടുക്കണേ അപ്പാ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന മാനസാന്തരം നൽകണമേ അപ്പാ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ യാത്രയിലും കർത്താപ്പച്ചൻ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ സ്തോത്രം 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 കർത്താവെ. ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കുകയാ. പണികളെ പൂർത്തീകരിച്ചതിൽ പാർക്കോൻ്റെ കടം ഭാഗ്യമൊരുക്കിക്കാട്ട് കർത്താവെ. സ്തോത്രപ്പാ സ്തോത്രം. ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി സ്വർഗം കരുതിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം സ്തോത്രപ്പാ സ്തോത്രം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു നാഥാ. പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാ. എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ. നന്ദി കർത്താവ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കട്ടെ. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കളെ ഏൽപ്പിക്കട്ടെ. പുതിയ സന്തോഷവും സമാധാനവും സൗഖ്യവും സമൃദ്ധിയും നൽകി ഓരോ മക്കളെയും അനുഗ്രഹിച്ചാട്ട് കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവെ. ഓരോ മക്കളുടെയും ആഗ്രഹങ്ങളെ സ്വർഗം അറിയുന്നല്ലോ. ആവശ്യങ്ങളെ സ്വർഗം അറിയുന്നല്ലോ. അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു വരുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. അങ്ങയുടെ മുഖം നോക്കിയവരുടെയൊക്കെ മുഖം പ്രകാശിച്ചിട്ടുണ്ടല്ലോ അപ്പാ. ഹൃദയ സമാധാനത്തിലും സന്തോഷത്തിലും ദൈവകൃപയിലും ഓരോ മക്കളെയും അവിടുന്ന് സഹായിച്ച് അനുഗ്രഹിച്ച് ആഗ്രഹങ്ങളെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ രോഗികളെ തിരുമുൻപാകത്തരട്ടെ. ആശുപത്രിയിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരുണ്ട്. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ സൗഖ്യം ആവശ്യം. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അവിടുത്തെ വസ്ത്രത്തിൻ്റെ വെളിമയിൽ പോലും സൗഖ്യമുണ്ട്. ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. കർത്താവേ രോഗവിവരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഉള്ളതുപോലെ കാണുന്ന ദൈവം, ഉള്ളതുപോലെ അറിയുന്ന ദൈവം. വചനമയച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വചനം ഓരോ മക്കളിലും പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. അത്ഭുതം ചെയ്യണം. ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും കോട്ടയും വിടുതലുമായി മാറണം കർത്താവേ. അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുക. അവരുടെ കണ്ണിലെ കണ്ണുനീരിനെ അപ്പച്ചൻ തുടയ്ക്കണമേ. അവരുടെ ഹൃദയത്തിൻ്റെ വേദന സ്വർഗമെടുത്ത് മാറ്റണമേ. നല്ല ഉറക്കവും ആശ്വാസമൊക്കെ അപ്പച്ചൻ കൊടുക്കണമേ. ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച് നടത്തണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. സ്വർഗം സംരക്ഷിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. എല്ലാ വിഷയവും അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽപ്പട്ടക്കാർ ദേവാലയങ്ങളെ ഏൽപ്പിക്കുന്നു. സുവിശേഷ വേലകളെ ഏൽപ്പിക്കുന്നു. സകല ഭാരങ്ങളെയും ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവ് അനുഗ്രഹിച്ച് സഹായിച്ച് നന്മകളാൽ നിറയ്ക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.